വിളിച്ചു വരാന്ന് അമ്മൂമ്മ സമ്മതിക്കാഞ്ഞേ? പിന്നെ അവിടുന്ന് ഇവിടെ വരെ വരുന്ന ഓട്ടോ, വേറെ ജോലിയില്ല. അമ്മൂമ്മ ഇത്രയും പിശുക്ക് ആവശ്യമില്ല കേട്ടാ. പിശിക്ക അമ്മൂമ്മ. അതെ, ഇച്ചിരിയൊക്കെ നടക്കണം, കൈയും കാലും ഒക്കെ നാടട്ടെ. പിന്നെ ഒരു ഓട്ടോ വിളിച്ചു വരുന്നതിനെക്കാട്ടി കൂടുതൽ കാശിന് ഐസ്ക്രീം കഴിച്ചല്ലോ, അതെന്താ പറയാത്തെ? ഒരു 3 ഐസ്ക്രീം കഴിച്ചാണ് ഇത്രയും വലിയ പ്രശ്നം. ഓ, 3 ഐസ്ക്രീം. അതെ, സൂക്ഷിച്ചു പിടിച്ചോണേ. അമ്മൂമ്മ എനിക്കിത് അറിയാം, പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മ ഇങ്ങനെ പറയണേ? അത് പറഞ്ഞില്ലെങ്കിൽ നീ എടുത്തിട്ട് പൊട്ടിച്ചാലോ? അമ്മൂമ്മ ഞാൻ പൊട്ടിക്കൂല. അമ്മൂമ്മ എനിക്ക് 2-3 ദിവസം കൂടെ പടവലത്ത് നിൽക്കണമെന്നുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു 2-3 ദിവസം കൂടെ നിക്കണമെന്ന്. പക്ഷെ പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖമില്ല, അതുകൊണ്ടാ ഇങ്ങ് പോന്നെ. പിള്ളേരൊന്നും ഇല്ലാത്തോണ്ടാ ഞാൻ പറഞ്ഞേ പടവലത്ത് നിൽക്കാന്ന്. ഓ, നല്ല സ്വസ്ഥത കിട്ടിയേന്. നീ ഇവിടെ ഇല്ലാത്തോണ്ടേ ഇവിടുത്തെ പിള്ളേർക്കും സ്വസ്ഥത കാണും. അമ്മൂമ്മ നീയാ ഇവിടുത്തെ വലിയ പ്രശ്നക്കാരി. അമ്മൂമ്മ എടുത്ത വലിയ പ്രശ്നക്കാരി എല്ലാരും പറയുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? എല്ലാരും പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാനും പറയുന്നുണ്ട്. ആഹാ, നീ വാ, ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അങ്ങ് എന്നിട്ട് തരാം. സൂക്ഷിച്ച് വന്നാട്ടെ. കേശോട്ടാ, കേശോട്ടാ, എല്ലാരും എന്തേ? അമ്മൂമ്മ കൊച്ചോണം വന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു പാറുവായി? വീടായ വീട് മൊത്തം കേറി ഇറങ്ങി ഊപ്പടഞ്ഞും വന്നാ? ചെരുപ്പ് തേഞ്ഞ? ചെറുതായിട്ട്. ചെറുതായിട്ട് എല്ലാ വീട്ടിലും കേറി. ഇതായിരുന്നു പരിപാടി. അല്ല, അപ്പൊ അമ്മൂമ്മ ഇവിടെ കേറിയില്ലേ? ഞാൻ അങ്ങനെ എങ്ങും കേറിയില്ലടാ. ലളിതയുടെ വീട്ടിലൊന്ന് കേറി. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഭാനുമതി ചേച്ചി ഇല്ലേ, അവരെ ഒന്ന് കണ്ടു. പിന്നെ നമ്മുടെ ബാലന്റെ വീട്ടിലൊന്ന് കേറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ബാലന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുമല്ലോ. അവിടെ ഒന്ന് കേറി, അതേ ഉള്ളൂ. എനിക്കെന്നാ മേടിച്ചേ? നിനക്കൊരു സാധനം മേടിച്ചിട്ടുണ്ട്. എന്താ നോക്കത്തോന്ന് നോക്കട്ടെ. ഭരണിയാ? ഇതെന്തിനാ ഉപ്പിലിട്ട് നോക്കാനാ? ചേച്ചി, ചേച്ചിക്ക് തണുപ്പെടുക്കുമ്പോ ഇതിനകത്ത് കയറി ഇരുന്നാ മതി. അയ്യോ, പളസ് ഭരണി മാറി ഇരിക്കല്ലേ? പഴസ് ഭരണിയൊന്നും അല്ല, പുതിയത് വാങ്ങിച്ചതാ. അമ്മ വന്നോ? അയ്യോ, കൊള്ളാലോ, ഉപ്പുമാങ്ങ ഭരണി. എവിടുന്നത്? ഇതേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പടവലത്തൊരു കടയിൽ നിന്ന് മേടിച്ചതാ. പടവലത്തെ വീട്ടിലെ വലിയ ഭരണിയൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എന്നാലും ചെറുത് കണ്ടപ്പം ഒന്ന് വാങ്ങിക്കാൻ തോന്നി വാങ്ങിച്ചതാ. നന്നായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് ഇതുപോലത്തെ ഒരു ഭരണി. ഏകദേശം ഇവിടെ അത്രയും ഹൈറ്റ് വരും. വലിയൊരു ഉപ്പുമാങ്ങ ഭരണി. 10-55 വർഷം പഴക്കമുണ്ട്. അതിനെക്കുറിച്ച് പറിച്ച വീട്ടിലാണോ ഇതുള്ള? അയ്യോടി, ആ പേരൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ അച്ഛൻ പറഞ്ഞു കേട്ട്. അതിനെക്കുറിച്ച് പറിച്ച വീട്ടിലെ സീതാമ്മേ. എടി പെണ്ണ. അമ്മ, അടുത്ത വട്ടം നിങ്ങൾ പടവലത്ത് പോകുമ്പോ ഞാനും ചേട്ടനും കൂടെ വരുന്നുണ്ട്. വരണം. പടവലത്ത് വന്നു കഴിഞ്ഞാലേ അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ വീടും പരിസരവും എല്ലാം കണ്ടു കഴിയുമ്പം അവിടെ ഒരു തവണ വരുന്നവർക്ക് പിന്നെ ഒന്നുകൂടെ വരാൻ തോന്നും. ആണോ? അങ്ങനെ അവിടുത്തെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ചോനറത്തലയിൽ. നല്ല ഐശ്വര്യമുള്ള ഭൂമിയാണ്. പരമ്പരയായിട്ട് ഉപാസനയും കാര്യങ്ങളും ഒക്കെ ഉള്ള വീടായിരുന്നു. അവിടുത്തെ കാവും കുളവും അമ്പലവും അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ നിൽക്കും. അതൊക്കെ ഒരു കാലം. പിള്ളേർക്ക് ഈ കഥ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഓ, ഞാൻ ചോനറത്തലയിലെ കഥ പറഞ്ഞതേ അവർക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. കാണിച്ചു കൊടുക്കാം. കനകം, കനകം,